വയനാടൻ മലകളിൽ വസന്തത്തിന്റെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച ഇതിഹാസ ജീവിതത്തിന്റെ തെളിവുകൾ തേടിപ്പോകുന്നവർക്ക് ഒരു അക്ഷയ ഖനി തന്നെയായിരുന്നു ഏറെക്കാലം സഖാവ് വർഗീസിന്റെ അരീക്കാട് വീട്. വർഗീസിനെ പോലെ ഭൂമിയോട് ഒട്ടിച്ചേർന്ന ഒരാൾക്ക് ചേർന്ന വിനീതമായ ഭവനം. ഈ കണ്ണൂരേക്ക് പോകുന്നത് 59-60 കോളേജ് അല്ല, കോളേജിൽ ചേർക്കാമെന്നും പറഞ്ഞാൽ കൊണ്ടുപോയത് അവര്. ആരാ കൊണ്ടുപോയത്? EMS-ഉം അവരിവിടെ വന്നിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോയത്. അപ്പനോട് പറഞ്ഞ് വാക്കും മേടിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചോളാം കൊണ്ടുപോയത്. കണ്ണൂർ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു. വർഗീസും ആ പോർക്കടലിലെ ഒരു തുള്ളിയായി. പിന്നീട് MVR ആണ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അല്ലേ, വയനാട്ടിലേക്ക് പാർട്ടി MVR മാത്രമല്ല, എല്ലാവരും കൂടെ ഉള്ള അന്നത്തെ പാർട്ടിയാണ് ഇദ്ദേഹത്തെ വയനാട്ടിലേക്ക് അയക്കുന്നത്. കേരളത്തിന്റെ പൊതു സാമൂഹ്യ സ്ഥിതിയായിരുന്നില്ല അക്കാലത്ത് വയനാട്ടിൽ. 57 EMS സർക്കാരുടെ ജന്മിത്വം അവസാനിച്ചെന്നാണ് വിശ്വസിപ്പിച്ചതെങ്കിലും 2 EMS സർക്കാരുകൾ വന്നിട്ടും വയനാട്ടിലെ ആദിവാസികളുടെ അടിമത്വം അവസാനിച്ചിട്ടില്ല. അന്ന് ഈ അടിയമാരെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ളൊരു ഇവരാണ് അവിടുത്തെ രാജാക്കന്മാർ. 1968 CPIM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ സമരത്തിന്റെ ഭാഗമായുള്ള വയനാട്ടിലെ പട്ടിണി ജാഥയുടെ പൈലറ്റായിരുന്നു വർഗീസ്. ജാഥ ക്യാപ്റ്റൻ KK അണ്ണനും. ജാഥ സമാപിക്കുന്ന ദിവസം 14 അംഗ ജാഥാംഗങ്ങൾക്കൊപ്പം വർഗീസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. വർഗീസിനെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ AKG MV രാഘവനെ ചുമതലപ്പെടുത്തി. MV രാഘവന്റെ നിർബന്ധത്തിൽ കണ്ണൂരിലെത്തിയ വർഗീസിനെ കാന്തലോട്ട് കരുണൻ പോയി കണ്ടു. എന്താ വർഗീസ് വിപ്ലവം മതിയാക്കിയോ എന്ന കാന്തലോട്ടിന്റെ ചോദ്യത്തിൽ വർഗീസിന് മറുപടിയില്ലാതായി. വർഗീസ് മാനന്തവാടിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ആദിവാസികളുടെയും പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെയും സമരങ്ങളിലൂടെ വർഗീസ് ജ്വലിച്ചു നിന്ന കാലത്ത് പാവങ്ങളുടെ പടത്തലവനും വർഗീസിന്റെ ആരാധകനായി പോയെന്ന് പറയുന്നവരുണ്ട്. സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സത്യസന്ധമായൊരു സമരജീവിതമായിരുന്നല്ലോ AKG. 60കളുടെ ഒടുവിൽ പൊട്ടിപ്പുറപ്പെട്ട നക്സൽ കലാപത്തിലേക്ക് AKGയും എടുത്തു ചാടിയേക്കുമോ എന്ന് ചില പാർട്ടി നേതാക്കളെങ്കിലും ഭയപ്പെട്ടിരുന്നു. EMS-നെ പോലുള്ളവരുടെ കുശാഗ്രബുദ്ധി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നതെന്നും ചില രാഷ്ട്രീയ ചരിത്രകാരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമറിയില്ല.